ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ എങ്ങനെ ആൻസേഴ്സ് എല്ലാം സേവ് ചെയ്ത് വെക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, നമ്മൾ അറിയാത്തവർക്കായിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അറിയാത്തവർ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഇതെല്ലാം അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല, സ്കിപ്പ് അടിക്കാം. അറിയാത്തവർ ഈ ഒരു വീഡിയോ ഫുള്ളായി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറക്കണ്ട. അതുമാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാനിവിടെ എൻ്റെ കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 9 × 9 എന്ന് പറഞ്ഞടിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈക്വൽ അമർത്തുന്നു. അപ്പോൾ 9 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81. ഓക്കെ, അപ്പോൾ ഈ ഉത്തരം എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഷിഫ്റ്റ് അമർത്തുക. ഓക്കെ, ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ഇവിടെ RCL മുകളിലായിട്ട് STO എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നില്ലേ, ഇതാണ് സ്റ്റോറേജ്. ഓക്കെ, നമ്മുടെ ഓരോ ബട്ടൻ്റെ മുകളിലും മഞ്ഞ കളറിൽ എഴുതി കാണിക്കുന്നതെല്ലാം ഷിഫ്റ്റ് അമർത്തി കഴിഞ്ഞാൽ വർക്കാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ റോസ് കളറിൽ എഴുതി കാണിക്കുന്നതെല്ലാം ആൽഫ അമർത്തി കഴിഞ്ഞാൽ വർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം RCL അമർത്തുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും STO എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, STO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഉത്തരം എനിക്ക് ഇവിടെ ചുവപ്പ് കളറിൽ കാണിക്കുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇല്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ABCDEFMYH തുടങ്ങിയിട്ടുള്ള ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്കൊക്കെ എനിക്ക് സേവ് ചെയ്തിടാനായിട്ട് സാധിക്കും. ഓക്കെ, അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഷിഫ്റ്റ് അമർത്തിയിട്ട് RCL അമർത്തി ഇവിടെ സ്റ്റോറേജ് ഓൺ ആയിട്ടുണ്ട്. ഇനി ഏത് ലെറ്ററിലേക്കാണോ നമ്മൾ സേവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ലെറ്റർ ഇവിടെ അമർത്തുക. ഇത്രയേ ഉള്ളൂ, സേവായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഓൾ ക്ലിയർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ആൽഫ അമർത്തുക. ആൽഫ അമർത്തിയതിന് ശേഷം ഏത് ലെറ്ററിലേക്കാണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് ആ ലെറ്റർ അമർത്തുക. ഓക്കെ, എന്നിട്ട് ഈക്വൽ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം അവിടെ വരും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇതിലുള്ള എല്ലാ ലെറ്റേഴ്സിലേക്കും ഉത്തരങ്ങൾ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഡെലീൻ്റെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണ്. അപ്പോൾ ഇതിൽ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ മോഡിൽ അമർത്തുക. ഇപ്പോൾ ഇവിടെ സൈഡിലായിട്ട് CLR എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ക്ലിയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം മോഡ് അമർത്തുക. മോഡ് അമർത്തി കഴിഞ്ഞാൽ ഇവിടെ MCL മോഡ് ഓൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്യുക. ഓൾ സെലക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന അക്കം ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ റീസെറ്റ് ഓൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈക്വൽ കൊടുക്കുക, വീണ്ടും ഈക്വൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഫുള്ള് റീസെറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഉത്തരങ്ങളും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കാൽക്കുലേറ്ററിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആൻസേഴ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു യൂസർ ഗൈഡ് കിട്ടില്ലേ, അത് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്തെങ്ങനെയാണ് ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആൻസേഴ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.